എന്താ ഇവിടെ പറഞ്ഞത്? ഹനുമാൻ കണ്ടിതു സീതയെ. കാര്യം പറയുമ്പോൾ ആദ്യം അങ്ങോട്ട് പറയണം. സമയം, ടൈം ഈസ് പ്രീഷ്യസ്. അതൊരു നമുക്ക് പറഞ്ഞു തരുന്ന തത്വം. മറ്റൊന്ന്, സമുദ്രം കടന്നു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതമാകുന്ന സമുദ്രം. അപ്പം നിങ്ങളെല്ലാ കയറുകളും പൊട്ടിച്ച് ഇവിടെ വന്നില്ലേ? പലരും വിളിച്ച് പറഞ്ഞു ടീച്ചറെ വരാൻ പറ്റണാവോ, പല പ്രശ്നങ്ങളാ. പക്ഷെ ശ്രീ ഭഗവതി നിങ്ങളെ പെരിന്തമണ്ണി, ആനവങ്ങാടും എല്ലാ ഭാഗത്തു നിന്നും കോഴിക്കോട് നിന്നും ഒക്കെ ഓടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയില്ലേ? നിങ്ങൾ നിങ്ങളുടെ സംസാര സാഗരം, അതായത് ജീവിതമാകുന്ന ആ സമുദ്രത്തിൽ നിന്നും ഒരു നിമിഷം കയറ് പൊട്ടിച്ച്, ഒരുപാട് പ്രാരബ്ധങ്ങളിലാ പലരും ഇവിടെ വന്നിരിക്കാൻ, അത് ശ്രീ ഭഗവതി നിങ്ങളെ അനുഗ്രഹിച്ചതാ. ജീവിതമാകുന്ന സംസാര സാഗരം കടന്നു എന്ന് മനസ്സിലാക്കുക. അപ്പൊ എന്തായി? ഭക്തിയുടെ ഒരു ലോകത്തിലെത്തി. ഇത്തിരി പ്രഭാഷണവും കേട്ടു. ഇനി പിന്നെ ഒരു കൃഷ്ണം എന്നുള്ള ഒരു വിത്ത് ഇവിടെ വീണാ പിന്നെ അത് മുളച്ചോളൂ. പിന്നെ ഇവിടെ ജാമ്പവാൻ, ഗുരുവിലൂടെ നമ്മളെല്ലാം ഉണരും. ജാമ്പവാനാണ് ഉണർത്തിയത്, ഹനുമാനെ തനിക്കാവും എന്ന് നമ്മളോട് ഗുരു പറയാണ്. താൻ കയറി ഇരുന്ന് അങ്ങോട്ട് വായിക്കടോ അല്ലേ? ഇവിടെ വായന നടക്കുന്നില്ലേ? മുരളി മാഷ് പറഞ്ഞു കഴിഞ്ഞ വർഷം വായിച്ചിട്ടില്ല, ഈ വർഷം പുതിയ ആൾക്കാർ വായിക്കട്ടെ. നീയും ഇരുന്നു അയ്യോ മാഷെ എന്നെ കൊണ്ടാവില്ല, താൻ കയറി വായിക്കടോ. അങ്ങനെ ഒരാൾ പറഞ്ഞ അതെ മാഷ് കുറെ ക്ലാസ് ഒക്കെ എടുക്കുന്നതല്ലേ. അങ്ങനെ ഒരു ആചാര്യൻ നമ്മളോട് നമുക്ക് പറ്റും എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പ്രസംഗ മത്സരത്തിനൊക്കെ മാഷ് എത്ര നിർബന്ധിച്ചാലും പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. ഞാനാണ് ഇപ്പൊ 2.5 മണിക്കൂർ പറഞ്ഞാലും നിർത്താതെ ആൾക്കാരെ ഇങ്ങനെ ഇരുത്തുന്നത്. അപ്പോൾ അതെന്താ? ആചാര്യന്മാർ പറയാണ്, രാമായണമൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ ഒരു പ്രഭാഷണമായിട്ടൊക്കെ നടത്തിയാ നന്നായിരിക്കും കേട്ടോ ടീച്ചറെ. അന്നൊക്കെ രാമായണം വായിക്കുമ്പോൾ ആഗ്രഹിച്ചിരുന്നു വായിച്ച ഭാഗം ഇങ്ങനെ ഇരുന്ന് പറയാ, ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥ പറയാ, അത് ലൗകികം ചേർത്ത് പറയാ, അത് വല്ലാത്തൊരു സുഖാണ്. അതിനൊരു ഭാഗ്യം, അതിനൊരു അനുഗ്രഹം ഭഗവതി തന്നില്ലേ? ഇതിലും അപ്പുറം ഒന്നും ഇനി വേണ്ടാന്ന് നമ്മൾ അങ്ങോട്ട് ഉറപ്പിക്കുക. നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഭഗവാൻ അതാത് സമയത്ത് എത്തിച്ചു തരും. അതാണ് ജാമ്പവാനിലൂടെ കാണിക്കുന്നത്. പിന്നെ ഇവിടെ സന്തോഷം. ഇത്ര നാളും ഈ ബുദ്ധി തോന്നിയില്ലാലോ എന്ന് വിചാരിച്ചു അത്രേ മറ്റുള്ള വാനരന്മാരൊക്കെ. കാരണം പറയാണ് തനിക്ക് പറ്റും. ഹനുമാനോട് എത്രയോ കാലമായി അവർ തെരഞ്ഞു നടക്കണു, ആ ബുദ്ധി തോന്നിയില്ല. അതുപോലെ സമുദ്രം കടക്കുമ്പോൾ ആപത്തുണ്ടാകുമോ എന്നൊരു ചിന്ത അവർക്ക് വന്നു ഇല്ലേ? പക്ഷേ ഹനുമാൻ അത് ചിന്തിച്ചോ? എന്തുകൊണ്ടാ? കയ്യിൽ രാമന്റെ പേര് കൊത്തിയ ഒരു അങ്കുലീയം. നമ്മുടെയൊക്കെ കയ്യിലൊരു അങ്കുലീയം ഉണ്ട് ഇല്ലേ? കല്യാണ സമയത്താണ്ട് ഇടിയിച്ചതാണ്. പിന്നെ എന്തെല്ലാം പ്രശ്നങ്ങളല്ലേ? അങ്ങോട്ട് തിരിയുമ്പോൾ ആ തിരിച്ചിൽ അവിടെയാണ് തുടങ്ങും. ജീവിതമാകുന്ന ഒഴുക്ക് സത്യം പറഞ്ഞാൽ പലരുടെ എല്ലാവർക്കും ഇല്ല കേട്ടോ, പലരുടെ ജീവിതത്തിലും നിലയ്ക്കാണ് അതോട് കൂടിയിട്ട്. അതുവരെ സ്വതന്ത്രമായി ജീവിച്ചിരുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ ആണുങ്ങൾ എന്താ പിന്നെ പ്രാരാബ്ദം അല്ലേ? 4 കീശയും തൂക്കിയിട്ട് അതുവരെ സുഖമായിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും കീഴിൽ കഴിഞ്ഞവരാ. അതായത് കയ്യിൽ രാമന്റെ നാമം കൊത്തിയ ഒരു അങ്കുലീയം ഉണ്ടെങ്കിൽ